ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീണ ആരതിപ്പൊടി റോബിനുമായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടു കാണല്ലോ, എല്ലാരും തന്നെ കണ്ടു കാണും. പക്ഷെ അത് കണ്ടുകൊണ്ടിരുന്ന സമയം മുഴുവൻ ഞാൻ ആലോചിച്ച റിയാസിനെ പറ്റിയാ കേട്ടോ. എന്താ വെച്ചാൽ റിയാസിന്റെ സീരിയസ് ഇങ്ങനെ താന്നു പോയിട്ടുണ്ടായിരിക്കും അല്ലെ. കഴിഞ്ഞ കാര്യമാണ്, പറയരുതെന്ന് പറയും. പക്ഷെ എന്നാലും എന്തേലും പറയാതിരിക്കാൻ തോന്നുന്നില്ല. എന്താന്ന് വെച്ചാൽ റിയാസ് കിടന്ന് ഈ ആക്ഷേപമൊക്കെ ആക്ഷേപിക്കുമ്പോഴേ ഒരാളെ പറ്റി നമ്മൾ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. അറിയത്തില്ല പിന്നെ നമ്മൾ അവരെ ആക്ഷേപിക്കാൻ പോകാതിരിക്കാമല്ലോ, നമുക്ക് അവരെ പറ്റി അറിയില്ലെങ്കിൽ. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ആര് ഡോക്ടർ റോബിന്റെ ഫെയിമിൽ അറിയപ്പെടുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം കേട്ടോ, ആ കുട്ടി വളരെ കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞു പോവുക ചെയ്ത്. അല്ലാതെ ഇതെല്ലാം വലിയ സംഭവമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. 24-ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച കാശ് കൊണ്ട് സ്വന്തം അച്ഛനൊരു കാർ വാങ്ങിക്കൊടുത്ത ഒരു പെൺകുട്ടിയാണ്. അതാണ് ആലോചിക്കുന്നത്. എത്ര പേരത് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ബിസിനസ്, എന്തൊരു കുഞ്ഞുകുട്ടിയാ കൊച്ച്. അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് സ്വന്തം അച്ഛന്, അതും അച്ഛന് കാറിന്റെ ആവശ്യം, കാറില്ലാതിരിക്കുന്നവരൊന്നുമല്ല. പുള്ളി സിവിൽ എഞ്ചിനീയർ ആണ്, ഗൾഫിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ആവശ്യത്തിന് പൈസ ഉണ്ട്. പുള്ളിയോട് ഒരു 5 പൈസ വാങ്ങിയിട്ട് തുടങ്ങിയ ബിസിനസ് അല്ലെന്ന് ഓർക്കണം. ആ ബിസിനസ് ലാഭമായാലും ആ ബിസിനസ് നഷ്ടത്തിലെത്തിയാലും സ്വന്തം പേരിൽ അറിയപ്പെട്ടാൽ മതിയെന്ന് ആരതിപ്പൊടിക്ക് നിർബന്ധമുണ്ട്. അതൊക്കെ നല്ല വ്യക്തിത്വമുള്ളവർ മാത്രം ചിന്തിക്കുന്ന തീരുമാനങ്ങളാണ്. അതറിയോ? അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ കാലത്ത് ഇന്നാള് പറഞ്ഞ പോലെ വിവാഹം കഴിക്കാൻ സമയമാകുമ്പോഴത്തേനും പെൺകുട്ടികൾ എന്താ, അച്ഛനും അമ്മയും, പ്രായമായ അച്ഛനും അമ്മയും, 60 വയസ്സായ അച്ഛനും അമ്മയും വരെ അച്ഛനൊക്കെ പണിയെടുക്കാൻ പോകും. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് മോളെ, ഇനി ഒരു മോളെയും കൂടെ കല്യാണം കഴിച്ച് വിടാനുണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. കാരണം അച്ഛന്റെ അമ്മയുടെ ഒരു ഉത്തരവാദിത്തമാണ് പെമ്മക്കളെ കെട്ടിച്ചു വിടുക എന്നുള്ളതെന്ന് പെമ്മക്കൾ, ഇന്നത്തെ സമൂഹത്തിലെ പെമ്മക്കളും കൂടെ ചിന്തിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന സമൂഹത്തിൽ നിന്നുകൊണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം പ്രയത്നത്തിൽ നിന്ന് ഒരു കാറ് വാങ്ങിയ ഒരു അച്ഛന് സമ്മാനമായിട്ട് കൊടുത്ത ഒരു പെൺകുട്ടിയാണ് ആരതിപ്പൊടി. ആ ആരതിപ്പൊടിയാണ് റിയാസ് ആക്ഷേപിച്ചത്. ശരിക്കും റിയാസ് ഇപ്പൊ സമൂഹത്തിൽ എന്ത് സ്ഥാനമുണ്ട്? എല്ലാരും എന്നെ പോലെ തന്നെ ചിന്തിക്കുന്നുണ്ടാവില്ലേ? ഇത് കേട്ട എല്ലാവരും തന്നെ ഇതായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. ഇപ്പൊ 2-3 ആഴ്ച കഴിഞ്ഞു റിയാസ് ആ പ്രസ്താവനയൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാം അതിനെല്ലാം പറഞ്ഞു വിടുകയും ചെയ്തു, പലതും പറഞ്ഞു വിട്ടു. പക്ഷെ അത് കഴിഞ്ഞാണ് ഈ ഇന്റർവ്യൂ വന്നത്. ഇതൊന്നും റിയാസിനോടായിട്ടല്ല ആരതി പറഞ്ഞിരിക്കുന്നത്, വീണ ചോദിക്കുന്നതിന്റെ മറുപടി ആയിട്ട് പറഞ്ഞാണ്. പക്ഷെ നമുക്കത് കേൾക്കുമ്പോ അറിയാലോ, മറ്റുള്ള ഒരു പെൺകുട്ടികളെ വെച്ച് എത്ര 1000-ൽ ഒരുവൾ എന്നൊക്കെ പറയുന്ന പോലെ അത്ര വ്യത്യസ്തയായ ഒരു കുട്ടിയാണ് ആരതിപ്പൊടി. ഇഷ്ടം പോലെ അച്ഛനിപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു അച്ഛനോട് ബിസിനസിന് ആവശ്യമായിട്ടുള്ള പണം തരണമെന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കും. ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിറങ്ങിയ കുട്ടിയാകുമ്പോൾ ഒരു ബിസിനസ് ആയിട്ട് ഇടാൻ വേണ്ടി പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കും. ആ ഇൻവെസ്റ്റ്മെന്റ് എന്താണേലും നടത്തും. പക്ഷെ അതാണ് ആ വ്യക്തിത്വം. അതൊന്നും ചോദിക്കാതെ സ്വന്തമായിട്ടാണ് അത് ആ ഒരു ബിസിനസ് ഇറങ്ങി. അത് കഴിഞ്ഞിട്ടും അത് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് വളരെ പ്ലാനിങ്ങോടുകൂടി ചെയ്ത് ആ കുട്ടിയെ കണ്ട ഈ ഒരു സ്വഭാവം എത്ര പെൺകുട്ടികളിലുണ്ട്? ഇപ്പൊ ഇല്ല നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ അവരെ വിവാഹം ചെയ്ത് അയക്കാനുള്ള, പഠിപ്പിക്കാനുള്ളതും അവരെ വിവാഹം ചെയ്ത് അയക്കാനുള്ളതും ഇതെല്ലാം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ചെയ്തോ. എത്ര വയസ്സായാലും അവര് കഷ്ടപ്പെട്ടോട്ടെ, അത് അവരുടെ കടമയല്ലേ എന്നും പറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ കുട്ടി ജീവിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഈ കുട്ടി ഇത് ചെയ്തെന്ന് ഓർക്കണം. അപ്പൊ റിയാസ് ആക്ഷേപിച്ചു വിട്ടത്, ഇപ്പൊ റിയാസിന്റെ ഒരു പൊസിഷൻ ഇപ്പൊ എവിടെയാണ്? ഈ കുട്ടിയെ ആക്ഷേപിച്ചത് വെച്ച് വളരെ വളരെ താഴോട്ട് പോയി. ഇത് അറിഞ്ഞിട്ട് വേണം വല്ലതൊക്കെ പറയാൻ. ഒരു ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയ നിൽക്കാൻ വേണ്ടി ആയിരിക്കാം അന്ന് അങ്ങനത്തെ ഒരു വിവരക്കേട് വിളിച്ചു പറഞ്ഞ്. പക്ഷെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നുകൂടെ മോശമായ അവസ്ഥയായില്ലേ? പിന്നെ ആ ഇന്റർവ്യൂവിൽ പറയുന്ന പല കാര്യങ്ങളും ആരതിപ്പൊടിയെ ഡോക്ടർ റോബിന്റെ വീട്ടുകാർക്ക് എത്രമാത്രം ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ആ കുട്ടിയുടെ ഒരു നന്മ നമുക്കും മനസ്സിലാക്കാം. റോബിനും ആരതിയും കൂടെ എന്തെങ്കിലും തമാശയ്ക്ക് വഴക്കുണ്ടാക്കുകയാണേലും റോബിന്റെ വീട്ടുകാര് ആരതിപ്പൊടിയുടെ സൈഡ് നിന്നിട്ട് ഡോക്ടറെ ചീത്ത പറയും. ഡോക്ടർ എന്നിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ആരതിപ്പൊടിയുടെ ഒപ്പാണ് അതും രാത്രി എത്ര സമയം വേണമെങ്കിലും റോബിന്റെ അമ്മ സംസാരിച്ചോണ്ടിരിക്കും, അല്ലെ അച്ഛനും സംസാരിച്ചോണ്ടിരിക്കും. മോള് മോക്കിനി ആരെക്കുറിച്ച് അറിയണ്ടെന്ന് പറയുന്നു. അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മളത് കേൾക്കുമ്പോൾ മനസ്സിലായി റോബിന്റെ അമ്മയും അച്ഛനും നല്ല ആൾക്കാരാണ്, അതൊക്കെ സംഭവിച്ചു. ഈ കുട്ടി അത്രയും നല്ലതായതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചിരിക്കാൻ, അവർക്ക് വെറുപ്പ് തോന്നാതെ സംസാരിച്ചിരിക്കാൻ തോന്നുന്നത്. അപ്പൊ നമ്മളൊക്കെ മനസ്സിലാക്കിയതിന്റെ എത്രയോ ഉയരത്തിലാണ് ആരതിപ്പൊടി എന്ന പെൺകുട്ടിയുടെ സ്വഭാവ മഹിമ. തള്ളി മറിക്കുന്നതല്ല, ഇന്ന് കേട്ട ഇന്റർവ്യൂ എന്ന് മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. അല്ല വെറുതെ ഇരുന്ന് ഇങ്ങനെ അയ്യോ റോബിനോടുള്ള ഇഷ്ടം കൊണ്ട് ആരതിയെ ഇഷ്ടപ്പെട്ട അങ്ങനെ പറയല്ല. ആരതിക്ക് നല്ല വ്യക്തിത്വമുള്ള കുട്ടിയാ.
അതാണ് റോബിൻ ഫസ്റ്റ് കല്യാണം ആലോചിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ കാര്യം റോബിൻ ഏറ്റവും ഇഷ്ടമായെന്ന് റോബിൻ പറയുന്നത് എന്താ, എനിക്ക് റോബിന്റെ ഫെയിമിൽ നിന്ന് കിട്ടണ്ട, ആ ഒരു ഇതിൽ എനിക്ക് അറിയപ്പെടണ്ട, എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫേമസ് ആയാ മതി എന്ന് ആ കുട്ടി പറഞ്ഞു. അതാണ് റോബിൻ ഏറ്റവും ഇഷ്ടമായെന്ന് പറയുന്നത്. ആ ഒരു വാക്കേ നമ്മൾ കേട്ടുള്ളൂ. പക്ഷെ ഇന്ന് ആരതി പറഞ്ഞു വന്നപ്പോഴാണ് അതിന്റെ ഫുള്ളായിട്ടുള്ള ഒരു മീനിങ് നമുക്ക് മനസ്സിലായി. ആ കുട്ടി 1 by 1 ആയിട്ട് നല്ലപോലെ സഹിച്ച് അത് ഓരോന്നും പ്രയത്നിച്ച് കയറി വരുന്ന ഒരു കുട്ടിയാണ്. രണ്ടാമത് അവർക്ക് രണ്ടുപേരും ദൈവം ജോയിപ്പിച്ചെന്ന് പറയുന്ന അന്ന് ഈ ടോമിമ്പട്ടിയോ ശാലുപ്പയുടെ ആരോ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ദൈവം ജോയിപ്പിച്ചാന്ന് പറഞ്ഞാൽ. അത് ശരി തന്നെയാ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും പൊതുവായിട്ട് ഒത്തിരി സാമ്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം ഇന്ന ദിവസം വരാനിരിക്കുന്ന കാര്യം അവര് വീഡിയോ പിടിച്ചു വെക്കും. അതൊന്നും എല്ലാരും ഒന്നും ചെയ്യാത്ത രീതിയാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്യാം, അടുത്ത വർഷം ഞാനത് നേടിയിരിക്കും എന്നുള്ള ഹാർഡ് വർക്ക് ചെയ്യാവുന്നവര്, ആ ഒരു മനസ്സുള്ളവര് അങ്ങനെ ചെയ്യും. അവർക്ക് രണ്ടുപേരും പരസ്പരം പറഞ്ഞിട്ടല്ലേലും അവർക്ക് രണ്ടുപേർക്കും ആ ഒരു സ്വഭാവമുണ്ട്. ആരതിപ്പൊടി അടുത്ത വർഷം ഇന്ന ദിവസം ഇന്നത് സംഭവിക്കും എന്നുള്ള രീതിയിൽ വീഡിയോ എടുത്തിടും. എന്നിട്ട് അന്നായിരുന്നു പ്രപ്പോസ് ചെയ്ത ആദ്യമായിട്ട് റോബിൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ജൂലൈ 7 എന്തോ സംഭവിക്കുമെന്ന് ആരതി ഒരു വീഡിയോ എടുത്തിട്ട് അന്നായിരുന്നു റോബിൻ പ്രപ്പോസ് ചെയ്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത വർഷം ഇന്ന ആളാകും എന്നുള്ളതൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ആരതിപ്പൊടി അടുത്ത 2-3 വർഷത്തിനുള്ളിൽ അവാർഡൊക്കെ വാങ്ങിയിരിക്കും എന്ന് റോബിൻ പറയുന്നുണ്ട്. അത് എന്താ അങ്ങനെ പറയാൻ കാര്യം, ആരതിപ്പൊടി രാത്രി പോലും ഉറക്കളച്ചിരുന്ന് ഒരേ രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയൊക്കെ ഫെയിമുണ്ട്, ഇപ്പൊ അതേ കല്യാണം നടക്കാൻ പോകുന്നു, അടിച്ചു പൊളിച്ച് നടക്കേണ്ട ഒരു സമയമാണ് വേണമെങ്കിൽ. എല്ലാരും എല്ലായിടത്തും അങ്ങനെയാണല്ലേ, എല്ലാവർക്കും ഇപ്പൊ ആരതിപ്പൊടി എന്നൊക്കെ പറഞ്ഞ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ആ കുട്ടി അതൊന്നുമല്ല, അതിന്റെ ജോലി വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. ഇപ്പോഴും അത് ഉറങ്ങാതിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. തൊഴിലാളികളും വർക്കറും ഒക്കെ ആയിട്ട് ഭയങ്കര നല്ലൊരു അറ്റാച്ച്മെന്റും ഉണ്ട് അതിന്റെ തൊഴിലാളികളുമായിട്ട്. അതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, ഓരോ വീഡിയോ ഒക്കെ ഇടുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം കൂടെ വർക്ക് ചെയ്യുന്നവരോട് എങ്ങനെയാണ് നിൽക്കുന്നുള്ളത്. അപ്പം ഇത് എല്ലാം കൊണ്ടും ആ കൊച്ചു അത്ര നല്ല ഒരു ഉയരത്തിൽ നല്ലൊരു സ്വഭാവത്തിന് ഉടമ തന്നെയാണ്. ദൈവം കൂട്ടി യോജിപ്പിച്ചത് തന്നെയാണ് ഒരേപോലെ. എന്ന് വെച്ചാൽ ഏകദേശം ഒരേ വേവിലെന്തെന്ന് പറഞ്ഞാൽ ഒരേ സ്വഭാവക്കാരാണ് ഡോക്ടർ റോബിനും ആരതി. ഇനി ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കോൺഫിഡൻസ് ലെവൽ. അത് ഇവർക്ക് രണ്ടുപേർക്കും ഓവറാണ്. അതായത് ഓവർ ആത്മവിശ്വാസം. ആ ഓവർ ആത്മവിശ്വാസം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുന്നത് കേട്ടോ, സീസൺ 3 നടക്കുമ്പോൾ ഡോക്ടർ ആ വീഡിയോ എടുത്തത് ബിഗ് ബോസിൽ പോകുന്നത്. അന്ന് ഡോക്ടർക്ക് ബിഗ് ബോസ് എന്താന്ന് പോലും അറിയത്തില്ലാത്ത പോലെ അവിടെ ആരെയും പരിചയമില്ലൊന്നുമില്ല. എന്നാലും ഞാൻ ബിഗ് ബോസിൽ പോയിരിക്കുന്ന പറഞ്ഞൊരു വീഡിയോ വന്ന് ഓർക്കുന്നില്ല. അതേപോലെ തന്നെ അതേപോലെ നിശ്ചയമായിട്ടുള്ള ഉറപ്പിച്ച് എന്തും അച്ചീവ് ചെയ്യണം, എന്തും നേടിയെടുക്കണം എന്നുള്ള ഒരു ഓവർ ആത്മവിശ്വാസം ഉള്ളവരാണ് ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരും തന്നെ കൂടി യോജിക്കേണ്ടവർ തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏകദേശം ഒരേപോലെ ചിന്തിച്ചാണ് പോകുന്നത്. ഒരു എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി സകലത് ഉപേക്ഷിച്ച് ആ ഒരു കാര്യം മാത്രം മൈൻഡ് നേരെ വെച്ച് അത് മാത്രം ആലോചിച്ച് അതിനുവേണ്ടി മാത്രം പ്രയത്നിച്ച് അങ്ങനെ പോകുന്ന രണ്ട് വ്യക്തികളാണ് ഒന്നിച്ചിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത്. അതൊരു നല്ല വിജയമായിട്ട് തന്നെ തീരും എന്ത് പറഞ്ഞാലും. ഇന്ന് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഒത്തിരി കാര്യത്തിൽ ഇവർ രണ്ടുപേരും സാമ്യമുണ്ട് കേട്ടോ. പലതും പറയുമ്പോൾ ഒത്തിരി കാര്യത്തിൽ സാമ്യമുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത്. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.